സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ മാസ്റ്റർ ലീഗ് കാണുന്ന സംഭവം പുതുതായി വന്നിട്ടുണ്ട്. അത് എങ്ങനെ കളിക്കുവാന്ന് എന്നെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനെപ്പറ്റി മനസ്സിലാക്കിയതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ കളിച്ചെല്ലാം നോക്കിയതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പിന്നെ എനിക്ക് ഈ ലോഗിൻ്റെ ഇതെല്ലാം കിട്ടുന്നത് ഇത് ഞാൻ വേറെ അക്കൗണ്ട് എടുത്തിട്ടാണ്. ഇങ്ങനെ നിങ്ങളിപ്പോൾ ഒന്നും അവസ്ഥയിലായിരിക്കും പെട്ടെന്ന് ഈ ഫുട്ബോളിൽ കയറി ഇതെല്ലാം കിട്ടും. അന്ന് നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ സംശയമുണ്ടോ? അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മനസ്സിലായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. സംശയങ്ങളെല്ലാം ഉണ്ടാവും. എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ പെനാൾട്ടി എല്ലാം നടക്കട്ടെ. ഈ റിവാർഡൊക്കെ ഇല്ല നിങ്ങൾ വിചാരിക്കും ഈ റൊണാൾഡോൻ്റെ പാക്കുള്ള റിവാർഡ്. അതല്ല, എഡൻ ഹാസാർഡും കുറച്ച് പാക്കുകളുണ്ട് ഷോർട്ട് ടൈമിൻ്റെയും. പിന്നെ അതിനെസ്സനുള്ള പാക്കുണ്ട്. അതിൻ്റെ റിവാർഡാണ് കുറച്ചും. പിന്നെ ഇതിൽ ചാൻസ് ഡെയിലി എന്ന് വെച്ചാൽ കിട്ടാത്തോളുണ്ടാവില്ല റൊണാൾഡോൻ്റെ പാക്ക്. അയ്യോലിക്കാണ് ഈ ചാൻസ് ഡെയിലി കംപ്ലീറ്റ് ആക്കിയാൽ അതിലുണ്ട് കുറച്ച് ഒബ്ജക്റ്റീവ്സിൽ. എനിക്ക് ക്യാമ്പയിൻ ഹബില്ലേ അതിൽ നമുക്ക് റൊണാൾഡോൻ്റെ പാക്കുള്ള ഫ്രീ പ്രൈസ് ഉണ്ട്. മിസ്സാറുത് ഈ കണ്ടതാ അങ്ങനെ പലതുണ്ട്. ഒരു ഫിൽട്ടർ ഇൻഫെർണോ ഈ ഷോർട്ട് ടൈം ബാക്ക് അതാണ് ഈ കുറേ നമുക്ക് കിട്ടിയത് തോന്നുന്നത്. വേറൊന്നുമില്ല, നിങ്ങൾ കിട്ടിയിട്ട് ജസ്റ്റ് കമ്മിച്ച് കാര്യം കിട്ടിയാൽ പിന്നെ റോഡിൻ്റെ അതിൽ ഇന്നത്തെ ലോജിസിറ്റി ഇന്നലെ നെട്ടായി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും കുറേ കിട്ടി, പക്ഷെ ബാക്കി ക്യാമ്പയിൻ ഹബിലുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് പിന്നെ ഒരു 50 കോയിൻ്റെ ട്രിക്ക് ഉണ്ട്. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഷോർട്ട്സ് ആയിട്ടിട്ടത്. നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് കറക്കി നോക്കാം. അല്ല ഈ പാക്കല്ല, ഈ പാക്ക് എപ്പൊന്നും നടക്കുന്നില്ല. ഈ നല്ലൊരു പ്ലെയർ നാടിനും സീവഞ്ചിടാളാ നാളൊരു നല്ല പ്ലെയർ. എൻ്റെ കസിനെ എടുത്തിട്ടുണ്ട് അഗോറീനെ. എനിക്ക് നല്ല പിള്ളേർ എനിക്ക് 3 ഫീറ്റ് ഇട്ടിട്ടുള്ളൂ. 3 ഒപ്പരം കിടക്കി എനിക്ക് ബോളിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഹാളൻഡും സ്മാൻ ഡംബല്ലേ പിന്നെ ഒരു പ്ലെയറിൻ്റെ പേര് ചങ്ങലൂ എന്തോ പേരാന്തോ. നമുക്ക് തല ഈ ഷോർട്ട് ടൈം ഒന്ന് കിടക്കാം. കിട്ടോ ഇല്ലോ നോക്കാം. ഗാസ് കിട്ടുമോ ഇല്ലയോ എന്താണ് ഇത് കിട്ടിയിട്ട് വലിയ കാര്യമില്ല. അതുപോലെ തന്നെ കിട്ടിക്കൊന്നുമില്ല. അടുത്ത നമുക്ക് ഇനിയസ്റ്റേയും ഫെർണാണ്ടോ ടോറസിൻ്റെയും കറക്റ്റ് നോക്കാം. അക്കിവിലൊന്നും വേണമെന്നില്ല. ഈ കൊള്ളുവാണ്. നിനക്കൊന്നും വേണമെന്നില്ല. ഇല്ല ഇതിലും കിട്ടില്ല. ചൈനക്ക് ജപ്പാൻ കുട്ടു സാക്കിയ പേര് വഴി കിട്ടുന്നില്ല. നമുക്ക് എഡൻ ഹസാർഡിനെ കിടക്കാം. ഇതൊക്കെ പെപ്പയും ഹസാർഡും ടാർഗറ്റ് കിട്ടിയാ കിട്ടി. ജിക്ക് എന്ന് പറഞ്ഞാൽ ഇതില്ല, പ്ലെയറില്ല അല്ലേ. നമുക്കിനി കാര്യങ്ങൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് തമ്മിലും കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ മസിലിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് അത്. പിന്നെ ഈ ഫീച്ചേഴ്സ് കുറേ കിട്ടുന്ന വഴിയിലുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ക്യാമ്പയിൻ ഹബിൽ നിന്ന് തന്നെ കുറേ കിട്ടുന്നുണ്ട്. 23-30 ഒത്തിരി ഫ്രീ പ്രൈസ് ഉണ്ട്. അത് കാണണ്ട, ഇത് കുറേ ഉണ്ട്. 20 ആറ്റുണ്ട്, 18 ആറ്റം. പിന്നെ ഒബ്ജക്റ്റീവ്സില്ല അതിലും ഉണ്ട്. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അത് ലാസ്റ്റ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോലെ അതിനകത്തിന്. പിന്നെ അതാണ് ന്യൂ ഇവൻ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസിലെ മാറി ഈ ഡിവിഷൻ്റെ എല്ലാം മാസ്റ്റർ ലീഗ് എടുത്ത് മാസ്റ്റർ ലീഗ് വരെ 50 കോയിനാ മെയിനായിട്ടുള്ളൂ. വേറൊന്നുമില്ല. ബാക്കി മാച്ച് കളിക്കുന്ന സംഭവമാണ്. നിങ്ങളിങ്ങനെ വന്നാൽ ഇത് ഓക്കെ ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സ്റ്റാർട്ട് ആക്കുക നിങ്ങൾക്ക് ഏത് ടീമാണ്ട് ഈ ടീമൊന്നും മാറ്റിക്കൂടാ. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. മേനക്കാം പേസടക്കാം. ഇത് ചെറുതായിരുന്നല്ല കളിക്കുന്ന സംഭവം. ഇത് ഇങ്ങനെ ആനിമേഷൻ എല്ലാം കളിക്കും. ഒരു മാസത്തേക്കിങ്ങനെ വരിക ആരും കാണുന്നില്ല. അപ്പം നമ്മൾ ക്ലബ് എടുത്ത പേരില്ല മാരച്ചാൽ ഈ റീനമാറ്റൻ്റെ പേര് അത് പണ്ടത്തെ അവളാണ്. അപ്പം കുറച്ച് റിവാർഡ് ഇനി ഇതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിന് ഗെയിം പ്ലാനിൽ എടുക്കാം. പ്ലസ് NFC 4335 അങ്ങനെയല്ലുണ്ട്. അസറിൽ വലിയൊരു സ്കാമുണ്ട്. അങ്ങനെയല്ല, നമ്മൾ കോയിൻ പോകുന്ന സംഭവം. ഇങ്ങനെ ടൈം ഉണ്ടെങ്കിൽ നമുക്കൊരു 10 മാച്ച് ഒരുമിച്ച് കളിച്ചുള്ളൂ. പിന്നെ നമുക്ക് കളിക്കണമെങ്കിൽ നമ്മൾ കോയിൻ കൊടുക്കണം. 20 രൂപയാണ് വലിയ ഒരു 10 മാച്ച്. ഇനി കൂടുതൽ കളിക്കണമെങ്കിൽ ഒരു 20 കോയിൻ കൊടുക്കണം. ഞാൻ ടൈറ്റ് ചെയ്തിട്ട് എൻ്റെ 20 കോയിൻ ഇപ്പോൾ ചെയ്തില്ല. നമ്മളെ സ്കോഡ് ഇങ്ങനെ ഉണ്ട്. നമ്മളെ മെയിൻ സ്കോഡ് എടുത്തുകൊടയിൽ നല്ലൊരു സംഭവമുണ്ട്. മാനേജറും പേരായിരിക്കും. നമുക്കിങ്ങനെ മാനേജറിനുള്ള മുക്കാനം ഒരു വൈറ്റ് പോയിന്റ് ഞാൻ കാണിച്ചിടാം. ആ ഒരു ഞാൻ റൗണ്ട് അടിക്കുന്നില്ല. ഈ ഒരു വൈറ്റും ഉണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് പ്ലേയേഴ്സിനെയും മാനേജറിനെയും വാങ്ങണം. ഈ ഒരു 10 സാധനമില്ല. ഇതാണ് നമുക്ക് എത്ര കളി കളിക്കാനാവോ ടൈമല്ല ഉണ്ടാവും. പിന്നെ കോയിൻ ഇങ്ങനെ പോകും. നമ്മൾ 200 രൂപ മാക്സിമം. അതിന് നഷ്ടമാണ്. ടൈം കളിച്ചാൽ മതി. ഏറ്റവും നല്ലത്. വെറുതെ കോയിൻ കൊടുക്കണം. പിന്നെ എപ്പിസോഡ്സ് അതിലൊന്നുമില്ല പ്രത്യേകിച്ച്. പിന്നെ നമ്മൾ റിലീസാക്കുന്നത് അന്ന് നമുക്ക് ഇരുന്ന് പോയിന്റ് ഇങ്ങോട്ട് അതാണ്. എന്നാ തോന്നുന്നു ടീമിൻ്റെ ഈ ഒരു പോയിന്റ്. പിന്നെ ഡ്രീം ടീം പ്ലേയേഴ്സ് നമ്മളെ ഈ സ്കോഡിലുള്ള പ്ലേയേഴ്സ് ഇതിലുണ്ടാവും. പക്ഷെ ഇപ്പം നമുക്ക് ഇവരൊന്നും എടുത്തുവിടാം. ആരുമ്പോൾ എന്തല്ലോ കളിച്ച് റെഡിയാക്കാം. കണ്ട സൈനിങ് ഇത് കാണിക്കുന്നില്ലല്ലോ. പിന്നെ സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സ്
കിലിയൻ എംബാപ്പെ. ഈ കിലിയൻ എംബാപ്പനെ കിട്ടാൻ നമുക്കൊരു ട്രിക്ക് ഉണ്ട്. 0 കോയിൻ. അത് നമ്മളെന്ത് ചെയ്യണം, 2 മാച്ച് കളിക്കണം. പിന്നെ മാനേജർ വാങ്ങാൻ കാണിച്ചില്ല. ഇത് സ്റ്റാൻഡേർഡ് മാനേജർ. ഈ മാനേജറിനെ വാങ്ങിട്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഡ്രീം ടീം മാനേജറില്ലേ, അതിൽ പോയിട്ട് നിങ്ങളെ നല്ല മാനേജർ എടുക്കാം. ഇപ്പം എനിക്ക് വാങ്ങാനാവും, എനിക്കൊരു 1,00,000 കൂടി വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ബേക്കടിക്കാം. നമ്മൾ ബേക്കടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് നമ്മളെ മൈ ലീഗ് ഇല്ല, നമ്മൾ ആദ്യമുള്ള സംഭവം ഒരു പെർപ്പിൾ സംഭവം അതേപോലെ തന്നെ ഇല്ല. ഞാൻ ടാബിളെല്ലാം കാണിക്കും. ഫുൾ AI കളി ഇല്ല. ആകെ കിട്ടും 50 പോയി. പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്ന പരിപാടി. വേറെ എന്തെല്ലാം ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായം കണ്ട മൈ ലീഗ് പോലെ തന്നെ നമ്മൾ ഇനി കളിക്കാൻ പോകുന്നത് ഈ ഒരു ക്ലബിൻ്റെ കൂടെയാണ്, LEV തന്നെ. പിന്നെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് വരെ പോകും. നമുക്ക് ഇന്ന് കളി കളിച്ചോക്കാം. ഈ സെനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത് വരും. സെനർജി ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും. തൽക്കാലം നിങ്ങൾക്കൊരു ഡെമോ ആണ് ഈ ഫുട്ബോൾ കാണിച്ചിരുന്നത്. എനിക്ക് കണ്ട പ്രൊഡിക്ഷൻ എന്ന സംഭവമൊക്കെയല്ല കൂടുതലുള്ള 43% ഡിക്കളിയാണ് ജയിക്കുക. ഈ ഫസ്റ്റത്തെ 2 മാച്ച് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കളിക്കുന്ന സംഭവം ഇപ്പം ജയിച്ച്. അത് ഫസ്റ്റത്തെ മാച്ച് അങ്ങനെ ഉണ്ടാവും, ഫസ്റ്റ് 2 മാച്ച്. പിന്നെ നമ്മൾ സാധാരണ ഫുട്ബോൾ ഗെയിം കളിക്കൂല, ഇതുപോലെ കളിക്കേണ്ടതാണ്. ഇങ്ങനെ ഈ ഒരു പ്ലേയേഴ്സ് ഇല്ല, ഒരിക്കലും ലെവൽ ട്രെയിനിങ് ഒന്നും ഉണ്ടാവില്ല. അത് നമുക്ക് ചെയ്യാനാവില്ല, ഇതിൽ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാനാവുള്ളൂ. അല്ല, ഈ ഒരു മോർ സപ്പോർട്ട് സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ 2 മാച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിയുള്ളൂ. ഇത് കുറേ കിട്ടിയത് 50 കോയിൻ ആടുണ്ട്. പിന്നെ അഡ്വാൻസ് സ്കിൽ ടോക്ക് അതെന്താ എൻ്റെ ഒരു പ്ലെയറും ഉണ്ട്. അടുത്ത ഞാൻ ടേബിൾ കാണിച്ചില്ല. മൈ ലീഗ് പോലത്തെ ടേബിൾ എല്ലാം ഇവിടെ വരും. ഇങ്ങനെ മൈ ലീഗ് പോലെ തന്നെ ആ മൈ ലീഗ് കളിച്ചു മനസ്സിലാവും. ഞാനത് ഒരു 2 മാച്ചെല്ലാം കളിക്കണമെന്ന് നമുക്കറിയാം. അടുത്ത നമ്മൾ കളിക്കുന്നത് ഈ ഒരു ക്ലബിലൂടെ ആയിരിക്കും. നമുക്ക് കളിച്ചവർക്ക് കുറച്ച് പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും. എന്നാ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എംബാപ്പനെ 2 പ്ലെയറിനെ ഫ്രീ ആയിട്ട് വാങ്ങാനോ ഒരു കാണിക്കുന്ന പോലെ ഇങ്ങനെ പോയാൽ എംബാപ്പ നമുക്ക് 0 റുപ്പീസിന് കിട്ടില്ല. ഇനി നമുക്ക് എല്ലാ പ്ലെയറിനെയും വാങ്ങാം കോയിൻ ഉണ്ടെങ്കിൽ. അങ്ങനെയാണെന്നും അത് കുറച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടിയിട്ടാണ് കളി. ഒന്നുകൂടെ നമുക്ക് നെക്സ്റ്റ് അടിക്കുക. പ്രൊഡിക്ഷൻ എനക്കാണുള്ളത്. പക്ഷെ എന്നാൽ നമ്മൾ തോക്കാൻ സാധ്യത ഉണ്ട്. നമ്മൾ സ്കോറിനില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടെല്ലാം തോക്കും നമ്മൾ. ചിലപ്പോൾ തോക്കും, ഞാൻ നമ്മളല്ല ഒന്നേ ഉണ്ടെല്ലാം തോക്കും. പ്രൊഡിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ജയിക്കാനാണ്. പിന്നെ പോയിന്റ് വേണം. പോയിന്റിനെ കൊണ്ട് ആകെ പ്ലേസിനാണ്. പ്രൊഡിക്ഷൻ ഉണ്ട് നമുക്ക് ജയിക്കാനാണ് കളി. അങ്ങനെയാണ്. മോർ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കളി നമ്മുടെ സാധാരണ മാച്ചാണ്. അതിൽ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മൾ ഈ ക്ലബിനോടാണ് കളിക്കുന്നത്. ക്ലബിൻ്റെ പേര് എന്നോട് മറന്നായി. ഇനി നമ്മൾ നെക്സ്റ്റ് അടിച്ചാൽ അങ്ങനെ ഉണ്ടാവുക. ഇനി നമ്മൾ മാച്ചസ് നെക്സ്റ്റ് ഇതുപോലെ ഉണ്ടാവാം. സപ്പോർട്ടേഴ്സ് ഇതുണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് ഇങ്ങനെ കൂടുതൽ കിട്ടും. നമ്മളെ അഡ്വാൻസ് സ്കിൽ തൊക്കില്ല അതെല്ലാം കിട്ടുന്നെങ്കിൽ ഇതുപോലെയാണ്. അപ്പോൾ ആദ്യം കളിക്കുന്നത് അമേറ്ററോ അല്ലെങ്കിൽ ബിഗിനർ എടുത്ത് കളിക്കണ്ട, ടോപ്പ് പ്ലെയർ എടുത്ത് കളിച്ചാൽ മതി. സൂപ്പർ സ്റ്റാർ ലെജൻഡ് എടുക്കുന്നവർക്ക് നടക്കൂല. ഈ സ്കോർ വെച്ചിട്ട് മെയിന് 1-1 വരെ എത്തിച്ചിരിക്കാൻ ലാസ്റ്റ് മിനിറ്റ് ഒരു ഗോൾ അടിച്ച് സെനർജി നമ്മുടെ സാധാരണ സ്ട്രെങ്ത് നമ്മുടെ ടീം സ്ട്രെങ്ത് വിചാരിച്ചാൽ മതി. പിന്നെ ഇവരെ സ്കോഡ് ഇവരെ നല്ലൊരു കളി തന്നെയാണ്. ബാക്കിയൊന്നുമില്ല. ഇൻ്റർഫ്യൂസെല്ലാം കാണിച്ച ഉള്ളിലെ സംഭവം മാസ്റ്റർ ലീഗ് എന്ന് പറഞ്ഞിട്ട് സാധാ പോലത്തെ സംഭവം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ സാധാ പോലെ തന്നെ നമ്മളായി സാധാ ഗെയിം കളിക്കുന്നത്. ഇത് മാസ്റ്റർ ലീഗാണ്. ഉണ്ടല്ലോ ഉണ്ട്, ഇനിയും ഉണ്ടല്ലോ സംഭവം ഉണ്ട്. നമുക്കിനി ഒരുമിച്ച് 10 മാച്ച് കളിക്കാനാവും. എന്നാണ് അല്ലെങ്കിൽ ഇനി കളിക്കാനെങ്കിൽ ടൈം വേണം. അല്ലെങ്കിൽ നമ്മൾ കോയിൻ നമ്മൾ കൊടുക്കേണ്ട വരും. അല്ലാണ്ട് മക്കളെ കാരണം സാധാ പോലെ തന്നെ ഇല്ലേ ഇതുപോലെ ഗോൾ എന്ന് വെച്ചാൽ ലാസ്റ്റ് പെനാൾട്ടിയും ഇതൊന്നുമില്ല. എത്രയാണോ അത്ര. പിന്നെ ഞങ്ങൾക്ക് ഈ കളി കഴിഞ്ഞിട്ട് കാണാം. കേസമാങ്ങ ജയിച്ചിട്ടുണ്ട്, 1-1 ജയിച്ചിട്ടുണ്ട്. അത് നല്ല ടഫാണ്. നമ്മളേക്ക് ടൈം വേസ്റ്റ് കളിച്ചാൽ അല്ലെങ്കിൽ ബോട്ട് ഓണാക്കി വെച്ചാൽ മതി. സപ്പോർട്ടേഴ്സ് നമ്മൾ കളികളും എത്ര സപ്പോർട്ടേഴ്സ് ഉണ്ടോ അത് ഇതിലിങ്ങനെ കൂടും. എന്നിട്ട് റിവാർഡ് കിട്ടും. അതാണ് ഈ കളി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഈ പ്ലേയേഴ്സിനെ വാങ്ങുന്ന പോയിന്റും കിട്ടും. മാനേജറിനെ കണ്ടാണ് ഇത് ജയിച്ചാലാണ് 2 സ്പേസ് ആയിട്ട് വന്നത്. തോറ്റാല് 1-ആയിട്ട് എന്നെല്ലാം കളിക്കും. മറ്റേത് ഈ ഒരു ലീവ് ടേബിളിൽ മൈ ലീഗ് എല്ലാം ഉള്ളതാണ്. മാസ്റ്റർ ലീഗ് മൈ ലീഗ് അല്ല ഒരേപോലെ എനിക്ക് തോന്നുന്നു. ഇത് ഞാൻ അങ്ങനെ കളിക്കുന്നില്ല. ഇത് ബോർഡിക്കുന്ന പരിപാടിയാണ്. അതിനോണ്ട് കളിക്കുന്നത്. എന്നാലും നമുക്ക് PvPയും ഡിവിഷൻ മാച്ചും കളിക്കണം. ഈ കളി കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റ് കിട്ടും. നമുക്ക് വന്ന പ്ലെയറിനെ വാങ്ങും, എന്നെ പ്ലെയറിനെ ഒഴിവാക്കും. നമുക്ക് നമ്മളെ സ്കോറിലെ പ്ലെയറാക്കി സിറ്റാക്കി കളിക്കാം. നല്ല രസമായിരിക്കും. ഇത് ആദ്യം ഇപ്പോൾ വന്നിക്കാം. അന്നേരം ഇല്ല നമ്മളിപ്പോൾ ഈ ലൈഫ് എന്നുണ്ട് ഫുട്ബോൾ ചിഹ്നയില്ല. അതാ കാണിച്ചിട്ടില്ല. നമ്മളിപ്പോൾ 3 മാച്ച് കളിച്ച് അതുകൊണ്ടാണ് ഫുള്ള് തീർന്നാൽ പിന്നെ കളിക്കാനാവില്ല. ടൈം 77 മിനിറ്റ് ആയിട്ട്
അത് ഫുള്ള് കഴിഞ്ഞ് നടക്കഞ്ഞ് ഉണ്ട് കൂടും അങ്ങനെ അറ്റാണ് ഇപ്പം എൻ്റെ മാനേജറിനെ വാങ്ങാം എൻ്റെ മാനേജറിനെ നിങ്ങളെ സ്റ്റാൻഡേർഡ് പ്ലേയേഴ്സിന് ഒന്നും വാങ്ങണ്ട ഒരു ഫ്രേറ്റ് തിന്നിട്ട് മാത്രം വാങ്ങിയാൽ മതി നിങ്ങളെ പോയിന്റ് ഫുള്ള് തീർന്നോ ഇപ്പം എൻ്റെ മാനേജറോടെ സാംസി കൂടി യോഗാണുള്ള പ്ലെയർ നോക്കുമ്പോൾ സാംസി ഉണ്ടോ കൂടി ഇത്രയേ ഉള്ളൂ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എനിക്ക് സംശയമുണ്ട് ഈ ഒരു 0-0 നടക്കില്ലേ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല ഞാൻ കുറേ നോക്കി അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല തോന്നുന്നത് അടുത്ത ആൾ കളിക്കുന്നത് ഈ ഒരു ക്ലബിലൂടെ ആയിരിക്കും അവിടെ വേറെ കാണിച്ചത് സപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ സൂപ്പർ സ്റ്റാറ എടുത്താൽ മതി അല്ലെ ലെജൻഡോ അതിൽ സപ്പോർട്ടേഴ്സ് എത്ര അത്ര കിട്ടാൻ കളി ജയിച്ചാൽ അങ്ങനെയുണ്ട് ഈ ലൈഫ്സ് ഫുള്ള് കഴിഞ്ഞ് നിങ്ങൾക്ക് പിന്നെയും കളിക്കണമെങ്കിൽ നിങ്ങൾ കോയിൻ കൊടുത്ത് നോക്കുകയും ഞാൻ കൊടുത്തതാ 20 കോയിന് എൻ്റെ 20 കോയിൻ പോയിന്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു വേറെ തോന്നിട്ട് ലൈഫ്സിനെ കൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എവിടെയുമ്പോൾ നമ്മൾ ബോക്സിലെത്തിയിട്ടില്ല ഇത്രയാണ് ഈ മാസ്റ്റർ ലീഗ് പിന്നെ ഇവിടെ ഇഷ്ടപ്പെടാൻ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ റോഡ് ടു 1K ആണ് എങ്ങനെയെങ്കിലും നമുക്ക് എത്തി ഏപ്രിൽ കഴിഞ്ഞതിന് മുന്നേ 1K എത്തിക്കണം അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈഫ് പ്ലീസ് സബ്സ്ക്രൈബ് ബൈ ബൈ അല്ലേ നമുക്ക് കറക്കിയിട്ടങ്ങ് പോകാം നമുക്ക് റൗണ്ട് അടക്കാം ഇതിൽ കിട്ടിയിരിക്കുന്ന സാധനമൊന്നുമില്ല എനിക്ക് ഇരുട്ട് കിട്ടിയതാ റൗണ്ടില്ല റൗണ്ടിനെ കിട്ടൂല അടുത്ത് നമുക്ക് മറ്റൊരു പാക്ക് നടക്കാം ഇനി ഡെയിലി ഗെയിമിൻ്റെ ഇതും കൊണ്ട് നടക്കാം ഡെയിലി ഗെയിം ബോക്സ് ഇതിലൊക്കെ കളിയിലുണ്ട് ആ ഡൂ ആയിട്ടില്ല ഡൂ അല്ല ആരോ ഉണ്ട് കിട്ടിയിട്ടുണ്ട് ആ അത് പേര് കണ്ടില്ല ഡൂ ആയിരുന്നു പേരുടെ ഹസ്ബൻഡ് പേര് നോക്കട്ടെ ആ ഡുവൻ ഡോ അല്ല ഡുവന്നെയാ ആ ഡുവാൻ കിട്ടിയിട്ടുണ്ട് എൻ്റെ ടീം സഹിതപ്പോൾ 3250 ആവും എന്നാല് യൂട്യൂബ് ലൈക്ക് സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ